കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. തന്നോട് ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, എത്രയോ തവണ തല്ലിയിട്ടുമുണ്ട്. അതൊന്നും മദ്യത്തിന്റെ പിൻബലത്തിലായിരുന്നില്ലടോ. തന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് പലവട്ടം. അതൊന്നും മദ്യത്തിന്റെ ലഹരിയിലായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ തന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോവാ. അതിനെനിക്ക് മദ്യത്തിന്റെ സഹായം വേണം. ഇവിടെ ഇപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. ജന്മം നൽകിയ മകള് പുഴയില്, സ്വന്തം പോലെ നമ്മൾ വളർത്തിയ മകൻ അവളെയും പ്രതീക്ഷിച്ച് പുഴക്കരയിൽ. എല്ലാവർക്കും എങ്ങോട്ട് വേണേ പോവാം. ഈ കിടപ്പ് കിടക്കുന്ന ഞാൻ എങ്ങനെ നിങ്ങളോടൊപ്പം വരുന്നല്ലേ താനിപ്പം മനസ്സിൽ ചോദിച്ചത്. ഡോ, തനിക്ക് നടക്കാൻ കഴിയില്ലെന്നുള്ളത് എനിക്കറിയില്ലേ. അതുകൊണ്ട് നമ്മൾ നടന്നല്ല പോകുന്നത്, മനസ്സുകൊണ്ടാ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടെന്നല്ലേ താനിപ്പം മനസ്സിൽ ചോദിച്ചത്. ഭൂതകാലത്തിലേക്കാ നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക്. ഓർമ്മയുണ്ടോടോ നമ്മുടെ ആ പഴയ കാലം, ആദ്യകാലം? സ്നേഹിച്ചതും വഴക്കിട്ടതും തല്ലുകൂടിയതും എനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് താൻ വലിയ കടമ്പിടുത്തക്കാരിയായിരുന്നു. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്ന പ്രകൃതക്കാരി. തന്റെ പിടിവാശിക്ക് മുമ്പിൽ ഞാൻ പലപ്പോഴും തോറ്റു വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കഴിവുകേടൊന്നും ആയിരുന്നില്ല. തന്റെ മുമ്പിൽ തോക്കാനേ എനിക്കിഷ്ടമായിരുന്നല്ലോ. കാരണം എന്താണെന്നറിയോ? എനിക്ക് തന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾക്കും വലിയ വലിയ സ്നേഹങ്ങൾക്കും ദൈവം ഒരു പ്രതിഫലം തന്നു. തന്റെ ഈ വയറ്റില് അത് ഒരു ജീവനായ രൂപം കൊണ്ടു. പക്ഷേ തന്നെ ഞാൻ ചതിച്ചറു. താൻ ജന്മം നൽകിയ പെൺകുഞ്ഞിനെ എൻ്റെ അനിയത്തിക്ക് നൽകിയിട്ട് അവളുടെ ആൺകുഞ്ഞിനെ തൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആദ്യമൊന്നും ഞാനും അറിഞ്ഞിരുന്നില്ലല്ലോ. അറിഞ്ഞിട്ടും ഞാൻ തന്നോട് പറഞ്ഞതുമില്ല. കാലങ്ങൾക്ക് ശേഷം താൻ ആ ചതി തിരിച്ചറിഞ്ഞു. വൈകി കിട്ടിയ മകളെ സ്നേഹിക്കാൻ താനൊരുക്കുമായിരുന്നു. പക്ഷെ ദുർവിധി തന്നെ കൊണ്ട് എത്തിച്ചത് ഇവിടെ ഈ മെത്തയില്, ഈ അവസ്ഥയിൽ. ദൈവം ശിക്ഷിച്ചത് തന്നെയല്ലടോ. കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ലടോ. തെറ്റ് ചെയ്തത് ഞാനാ. എനിക്ക് വേദനിക്കണമെങ്കിൽ തന്നെ വീഴ്ത്തണമെന്ന് ദൈവം മനസ്സിലാക്കിയിട്ടുണ്ടാവും. തന്നെ വീഴ്ത്തിക്കളഞ്ഞു. ഈ കാഴ്ച കണ്ട് സ്വയം ശപിച്ച് ഞാൻ തന്നെ കരയ. ദൈവം ശിക്ഷിച്ചത് എന്നെ തന്നെ. എനിക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞു പോയെന്ന് ചിലപ്പോൾ ദൈവത്തിന് തോന്നിക്കാണും.
എൻ്റെ രക്തത്തിൽ പിറന്ന തൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്തിയ നമ്മുടെ മോളെ പുഴയിലേക്ക് തള്ളിയിട്ട് ദൈവം എനിക്ക് അടുത്ത ശിക്ഷ നൽകി. എടോ, അവളിനി തിരിച്ചു വരില്ലടോ. നമ്മുടെ മോളിനി തിരിച്ചു വരില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് പഴയ ജീവിതത്തിലേക്കൊരു യാത്ര പോയി നമ്മൾ തിരിച്ചു വന്നു ഈ വീട്ടിലേക്ക്. ദേവമംഗലം എന്ന വീട്ടുപേരെ. പക്ഷെ ദൈവങ്ങൾ ഇറങ്ങിപ്പോയിട്ട് ഒരുപാട് നാളായി. ഇപ്പൊ ഇവിടെ ദൈവങ്ങൾ കൈവിട്ട രണ്ടാത്മാക്കൾ മാത്രം, ഞാനും താനും. എടോ, എനിക്ക് തന്നോട് പറയാനുള്ളതൊക്കെ പറയണമെങ്കിലേ ഈ മദ്യത്തിന്റെ പിൻബലം കുറച്ചുകൂടെ വേണം. എന്നെ വേദനിപ്പിക്കാൻ ദൈവം തന്നെ വീഴ്ത്തിക്കളും. ശിക്ഷ കുറഞ്ഞു പോയെന്ന് തോന്നിയപ്പോഴേ നമ്മുടെ തുളസിയുടെ ജീവനും എടുത്തു. എന്നിട്ടും ദൈവത്തിന് തൃപ്തിയായില്ലെങ്കിലോ? തന്നെ വേദനിപ്പിക്കാനേ ഈ ദൈവം ഇനി ആദ്യം നിനക്ക് തിരിഞ്ഞാലോ? അതും കൂടി സഹിക്കാൻ എനിക്കിനി കഴിയില്ല ദുർഗ. എന്നെ ഈ നെഞ്ചി കിടത്തി ഞാൻ എൻ്റെ ആദ്യ മോനെ വളർത്തി. അവനെ ചെയ്തൊരുക്കാൻ എനിക്ക് കഴിയില്ല. അവന് അപകടമൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഞാൻ മരിക്കാൻ പോവാ. ആദ്യം മോന്റെ ജീവൻ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാൻ വിറകം കൊണ്ട് നടക്കുന്ന ദൈവത്തെ തോൽപ്പിക്കാനും എന്റെ മുമ്പിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഞാൻ പോയാൽ എനിക്ക് പിന്നെ ആരാടോ? ഞാൻ പേടിക്കണ്ട കേട്ടോ. തന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. എന്റെ ദുർഗയെ തനിച്ചാക്കിയിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുള്ളൂ. അതുകൊണ്ട് എന്റെ ദുർഗയെ കൊണ്ട് ഞാൻ പോവാ. നമ്മൾ ഒരുമിച്ചാ പോവാ. എന്റെ ജീവൻ എടുക്കുമ്പോഴേ ഇത് കണ്ട എന്റെ കൈവിരലുകൾ ഇങ്ങനെ വിറയ്ക്കാൻ പാടില്ലടോ. അതിനാ ഞാൻ ഈ മദ്യം കഴിക്കുന്നത്. നമുക്ക് ആരോടും യാത്ര പറയാനില്ല ദുർഗ. നമ്മളെ ദ്രോഹിച്ചവരോടൊന്നും നമുക്കൊരു പിണക്കുമില്ല. ആരോടും പരാതിയില്ല. ഒന്നിനെ കുറിച്ച് ഒരു പരിഭവമില്ല. പോകുമ്പോ നമ്മുടെ മനസ്സ് ശൂന്യമായിരിക്കണം. പ്രാർത്ഥന മാത്രമേ പാടൂ. ഇനിയൊരു ജന്മം തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കല്ലേ. അനുഭവിച്ച് മതിയായില്ലേ?
പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കും. അവസാന യാത്രയ്ക്ക് മനസ്സുകൊണ്ടുവരേക്കും. ഹാർട്ടി കണ്ടോളൻസസ്. സാർ അതി വരും. ഇരുന്നാട്ടെ സാർ. താനിരിക്കൂ. കൃഷ്ണപ്രസാദിന്റെ മരുമകൾ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് ഇയാൾ പറഞ്ഞല്ലോ. നേരത്തെ അറിയില്ലായിരുന്നു സാർ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തുളസിയെ ഞാൻ പിന്തിരിപ്പിക്കായിരുന്നില്ലേ സാർ. കൃഷ്ണപ്രസാദ് നേരത്തെ അറിയാമായിരുന്നു എന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. തുളസിയുടെ മരണവാർത്ത ഫോണിലൂടെ അറിയിക്കുന്നത് മര്യാദയോടാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് അറിയിച്ചത്. ഉയർന്ന റാങ്കിലുള്ള ഓഫീസറല്ല. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പേ സാർ എന്നോട് ചോദിച്ചു, തുളസി ട്രെയിനിന് മുന്നിൽ ചാടിയാണോ വിഷം കഴിച്ചാണോ സൂയിസൈഡ് ചെയ്തതെന്ന്. ചില കുടുംബ വഴക്കുകളുണ്ട്. തുളസി വല്ലാത്തൊരു ഡിപ്രഷനിലായിരുന്നു. ആരോടും പറയാതെ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അവളുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ ഊഹിച്ചു. കിടപ്പിലായ ഭാര്യയെ തനിച്ചാക്കി പോകാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ തുളസി അന്വേഷിച്ച് പോയില്ലെന്നാണല്ലോ ഇയാൾ പറഞ്ഞത്. സത്യമാണ് സാർ. പക്ഷേ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിരുന്നു. നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയതാ? അത് പറയൂ. നിങ്ങളുടെ ഭാര്യ എങ്ങനെ കിടപ്പിലായത്? സാർ, അവളൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഈ ബോധം നഷ്ടപ്പെട്ട് വീണപ്പോൾ ശക്തിയായിട്ട് തലയിടിച്ചതായിരിക്കണം. ഇപ്പോൾ കോമയില്ല. ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ജയശീലൻ കൃഷ്ണപ്രസാദിന്റെ സഹോദരി ഭർത്താവല്ലേ? അതെ സാർ. ഭാര്യയുടെ അടുത്ത് ആരുമില്ലാത്തതുകൊണ്ട് തുളസി അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ജയശീലിന്റെ മരണശേഷം നിങ്ങളുടെ സഹോദരി ഇവിടെ താമസമെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നിങ്ങൾ തുളസി അന്വേഷിച്ച് പോയപ്പോ നിങ്ങളുടെ ഭാര്യ ഇവിടെ തനിച്ചാവില്ലല്ലോ. പ്രിയ ഇവിടെ ഇല്ല സാർ. എവിടെ പോയതാ? അത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. ഇനിയുള്ള കാലം ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ കഴിഞ്ഞോളാമെന്നും പറഞ്ഞൊരു എഴുത്തെഴുതി വെച്ചിട്ടാണ് അവൾ പോയത്. ആശ്രമത്തിൽ കഴിഞ്ഞോളാമോ? എന്തിന്? ഞാൻ പറഞ്ഞല്ലോ സാർ, ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പ്രിയയുടെ മനസ്സിനെ വിഷമിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സഹോദരി എപ്പോഴെവിടെ പോയത്? അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തുളസിയും പ്രിയയും ഈ വീട്ടിലില്ലാന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞത് ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരു 8 മണി അടുപ്പിച്ചു. ഏതായാലും തുളസിയുടെ മരണവാർത്ത അറിഞ്ഞ് സാർ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ. ദുർഗയ്ക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് അല്ലേ? ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ ഒരു പോലീസ് ഓഫീസർ മടങ്ങിപ്പോലെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറായ കൃഷ്ണപ്രസാദ് അറിയില്ലേ? സാർ എന്തേ പറയും? എന്നെ ചോദ്യം ചെയ്യാൻ വന്നാണെന്ന്
മുഖവര ഇല്ലാതെ പറയാം. നിങ്ങൾക്കേറെ എനിക്കൊരു പരാതി ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. എനിക്കിതിന് പരാതിയോ? എന്തു പരാതി? ആര് തന്നു പരാതി? അതൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പറയുന്നത് സത്യമായിരിക്കണമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറെ ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. ഞാനെന്തിനു കള്ളം പറയണം സാർ? എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. തുളസി നിങ്ങളുടെ മരുമകളല്ലേ? മകൻ ആദിത്യന്റെ ഭാര്യ. നിങ്ങൾ എന്നോട് കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ട്? ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇത് സാറിന്റെ ഭാര്യ പ്രസവിച്ച ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്ത ഡോക്യുമെന്റ്സ് ആണ്. ഇതിൽ സാറിന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നാണ് കാണുന്നത്. ഇത് അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഗർഭിണിയുടെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ പേര് കൃഷ്ണപ്രിയ. പ്രസവിച്ചത് ആൺകുഞ്ഞിനെ. ഈ കൃഷ്ണപ്രിയ നിങ്ങളുടെ സഹോദരിയല്ലേ? ഈ പറഞ്ഞ കൃഷ്ണപ്രിയയാണ് ഈ വീട്ടിൽ ജീവിക്കാൻ വയ്യെന്ന് എഴുത്തെഴുതി വെച്ചിട്ട് ഏതോ ആശ്രമത്തിലേക്ക് പോകുന്നു അല്ലേ? അതെ സാർ. നിങ്ങൾ കള്ളം പറയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ? സാർ എന്താ ഈ പറഞ്ഞു വരുന്നത്? പറയുമ്പോൾ തുടക്കം മുതലേ പറയണമല്ലോ. തുടക്കം മുതൽ തന്നെ പറയാം. നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞിനെയാ. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോട് സങ്കടം പറഞ്ഞു. നിങ്ങളെ സ്നേഹിക്കുന്ന സഹോദരി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി. അവർക്ക് ജനിച്ച ആൺകുഞ്ഞിനെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളുടെ പെൺകുഞ്ഞിനെ അവർക്ക് നൽകി. ഈ സംഭവം നിങ്ങളും നിങ്ങളുടെ സഹോദരി അല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. അല്ല സാർ, അങ്ങനെയല്ല. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് എല്ലാം വിശദമായി അന്വേഷിച്ച് കഴിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ വളർന്നു. നിങ്ങളുടെ മകൾ നിങ്ങളുടെ സഹോദരി വീട്ടിലും, സഹോദരി പ്രസവിച്ച മകൻ ഈ വീട്ടിലും. മുറച്ചിറക്കാൻ മറപ്പെണ്ണമല്ലേ? മുതിർന്നപ്പോൾ അവർ വിവാഹിതരാവുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഭാര്യയും അളിയനും കൂടി നടത്തിയ ചതി കൃഷ്ണപ്രിയയുടെ ഭർത്താവ് ജയശീലൻ അറിയുന്നത്. അയാൾ നിങ്ങളെ ചോദ്യം ചെയ്തു. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ജയശീലൻ ആ കാര്യം റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടത് മാത്രമല്ല, നിയമ നടപടികൾ നേരിടേണ്ടിയും വരും. അതറിയാവുന്ന നിങ്ങൾ വാടക കൊലനെ നിയോഗിച്ച് ജയശീലൻ ഇല്ലാതാക്കി. സാറ് പറഞ്ഞു കാർഡ് ചെയ്ത ഈ കുഞ്ഞുങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള തീരുമാനം എന്നെ അനിയത്തിയുടെ മാത്രം ആയിരുന്നില്ല സാർ. എൻ്റെ അളിയൻ ജയശീലിന്റെ സമ്മതത്തോടെ ആയിരുന്നു അത് ചെയ്തത്. നിങ്ങൾ കൊലപ്പെടുത്തി ജയശീലൻ വന്ന് നിങ്ങൾക്കെതിരായി സാക്ഷി പറയാൻ ധൈര്യം കൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും കള്ളം പറയുന്നത്? സാർ, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതെന്ന് സാർ കേൾക്കൂ. അതിൻ്റെ ആവശ്യമില്ല. ബാക്കി ഞാൻ തന്നെ പറഞ്ഞുതരാം. ജയശീലിനെ കൊലപ്പെടുത്തിയത് നിങ്ങളാണെന്ന് നിങ്ങളുടെ സഹോദരി മനസ്സിലാക്കി. എത്ര സ്നേഹമുള്ള സഹോദരിയാണെങ്കിലും ഭർത്താവിനെ ഇല്ലാതാക്കിയ സഹോദരന് മാപ്പ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ജയശീലിനെ കൊലപ്പെടുത്തി നിങ്ങളാണെന്ന് അറിയിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പുറപ്പെട്ടു. അത് മനസ്സിലാക്കി നിങ്ങൾ വഴിയിൽ വെച്ച് അവളെ കൊലപ്പെടുത്തി ജഡം എവിടെ പൂഴ്ത്തി. എന്താ സാറിന്റെ ഉദ്ദേശം? ഒരു അപസർപ്പകഥ മെനഞ്ഞുണ്ടാക്കിയിട്ട് എന്നെ കഴിവേറ്റിക്കളയാന്നാണോ? പ്രിയ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എഴുതി വെച്ചൊരു കത്തുണ്ട്. ഞാൻ കാണിച്ചു തരാം. സാർ, വായിച്ചു നോക്ക് സാർ. സാർ എന്തായി കാണിച്ചത്? കള്ള തെളിവുകൾ ഉണ്ടാക്കി രക്ഷപ്പെടാനാണെങ്കിലേ എന്നോട് നടക്കില്ല. ആരോടും പറയാതെ തുളസി ഇവിടെ ഇറങ്ങിപ്പോയി നിങ്ങൾ പറഞ്ഞില്ലേ?
അതും കള്ളവാ. പ്രിയ തനിച്ചല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്, തുളസിയും കൂട്ടിയാ. പ്രിയയെ നിങ്ങൾ കൊലപ്പെടുത്തുന്നതിന് ദൃക്സാക്ഷിയായ തുളസിയെയും നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് ഭയന്നു വേണ്ടി തുളസിയെ നിങ്ങൾ പുഴയിലേക്ക് തള്ളിയിട്ടു. ആദ്യത്തെ കണ്ടതേ പുഴയിൽ വീടുന്ന തുളസിയെ മാത്രമാണ്. അവൾ സ്വയം പുഴയിൽ ചാടിയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. സാറ് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങളുടെ പേരിൽ ഇപ്പൊ തന്നെ 2 കൊലപാതക കുറ്റങ്ങളുണ്ട്, ജയശീലിന്റെയും തുളസിയുടെയും. പ്രിയയുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അതൊരു മിസ്സിംഗ് കേസാണെന്ന് തൽക്കാലം കരുതാം. പക്ഷെ അവിടെയും സംശയം നിങ്ങളുടെ പേരിലുണ്ട്. ഇനി ഒരു കേസ് കൂടി വന്നാലും നിങ്ങളുടെ പേരിൽ തന്നെയാണ്. ഒരു കേസ് കൂടി ആക്കണ്ട സാർ. ഈ നാട്ടിൽ തെളിയാത്ത എല്ലാ കേസുകളും എന്റെ തല കെട്ടിവെക്കേ. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ഭാര്യ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതും കള്ളമാ. സാർ, നിങ്ങൾ ചെയ്ത ചതി മനസ്സിലാക്കി നിങ്ങളെ ചോദ്യം ചെയ്ത് ദുർഗയും നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. സാർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയാനൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വേറെ പണിയുണ്ട്. വെറുതെ ആരോപണം ഉന്നയിച്ചാൽ പോരാ, തെളിവുകൾ വേണം. സാർ തെളിവുകളായിട്ട് വാ, അപ്പം ഞാൻ മറുപടി പറഞ്ഞോളാം കേട്ടോ. ഇല്ലേ, തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ACP കൃഷ്ണപ്രസാദ് ഒട്ടും ദയയും മനസാക്ഷിയില്ലാത്ത ക്രിമിനലാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നടക്കാൻ ഞാൻ വരില്ല.